എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മഹേശ്വരനെയും ലക്ഷ്മിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ മഹേശ്വരൻ ചോദിക്കുകയാണ്, ഗൗതമിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നു. ഗൗതം ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ മിണ്ടുന്നുണ്ട്, പിന്നെ നന്ദൂട്ടൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ എന്താ ഗൗതമിന് കുഴപ്പം എന്ന് ചോദിക്കുന്നു. അന്നേരം ലക്ഷ്മി ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ എന്താ മനസ്സിലായത് ഗൗതമിനെ പറ്റിയെന്ന്? നിങ്ങളൊന്നും കണ്ണു തുറന്നിട്ടല്ലേ ഗൗതത്തിനെ കാണുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുന്നു. നന്ദ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം ഗൗതം ഇതുവരേക്കും അവൻ്റെ ജീവിതത്തിൽ നിന്ന് കര കയറിയിട്ടില്ല എന്ന് തന്നെയാണ് ലക്ഷ്മി പറയുന്നത്. നന്ദ പോയതിൽ ഇപ്പോഴും അവന് ഒരുപാട് വിഷമം ഉണ്ട്. എത്ര നാളായാവോ ഒന്ന് ചിരിച്ച് നല്ല രീതിയിൽ കണ്ടിട്ടെന്ന് ലക്ഷ്മി ചോദിക്കുന്നു. അന്നേരം മഹേശ്വരൻ ചോദിക്കുകയാണ്, എന്ത് ചെയ്യാനാ ലക്ഷ്മി, നന്ദ മരിച്ചു പോയില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ലക്ഷ്മി പറയാണ്, നന്ദ മരിച്ചുപോയി, പക്ഷേ എനിക്ക് അവളടുത്തുള്ള പക ഇതുവരേക്കും തീർന്നിട്ടില്ല എന്ന് പറയുന്നു. നന്ദ അന്ന് വീട് വിട്ടിറങ്ങിപ്പോയപ്പോൾ എൻ്റെ അച്ചുക്കുട്ടനെ എടുത്തിട്ടാണ് പോയത്. അന്ന് തുടങ്ങിയ പകയാണ് എൻ്റെ ഉള്ളിൽ, അത് ഇതുവരേക്കും മാറിയിട്ടില്ല എന്ന്. അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് മഹേശ്വരനോട് പറയുന്നത്. അന്നേരം മഹേശ്വരൻ പറയാണ്, അതൊന്നും സാരമില്ല ലക്ഷ്മി, ഇപ്പം അവൻ്റെ കൂടെ നന്ദൂട്ടനുണ്ടല്ലോ. അന്നേരം ലക്ഷ്മി പറയണ, അവനെ എൻ്റെ ഗൗതത്തിന് സ്വന്തം മകനായിട്ട് കൂട്ടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രക്തം രക്തം തന്നെയാണെന്ന്, അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല എന്ന് ലക്ഷ്മി പറയുകയാണ്. അന്നേരം മഹേശ്വരൻ ചുറ്റിലും നോക്കിയിട്ട് പറയുകയാണ്, എന്താ ലക്ഷ്മി നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് നന്ദൂട്ടൻ ഓടി വരുന്നുണ്ട്. മുത്തശ്ശ എന്ന് പറഞ്ഞും കൊണ്ട് വിളിച്ചുകൊണ്ട് വരെയാണ്. അങ്ങനെ നന്ദൂട്ടൻ വിളിക്കുന്നത് കേൾക്കുമ്പോൾ മഹേശ്വരന് ലക്ഷ്മി ഒന്ന് ഞെട്ടുന്നുണ്ട്. അയ്യോ, ഈ പറഞ്ഞത് എന്തെങ്കിലും നന്ദൂട്ടനും അവരും കേട്ടിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. പിങ്കിയായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം പിങ്കി നന്ദൂട്ടനെ കാണുമ്പോൾ അവർ ഞെട്ടി നിൽക്കുകയാണ് കാണിക്കുന്നത്. അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്, ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മഹേശ്വരൻ പറയാണ്, പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ ആരാന്ന് ഇങ്ങനെ ഒന്ന് നോക്കി പോയതാണെന്ന് പറയുന്നു. എന്നിട്ട് പിങ്കി പറയുവാണ്, ഞാൻ അവിടെ ഇരുന്നിട്ട് എന്നെ സമ്മതിക്കുന്നില്ല ഇവൻ, മുത്തച്ഛനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ, അതുകൊണ്ടാണ് ഇവനെയും കൊണ്ട്. ഇങ്ങനെ മഹേശ്വരൻ ചോദിക്കണം, എന്താ നന്ദൂട്ടാന്ന് ചോദിക്കുമ്പോൾ നന്ദൂട്ടൻ പറയണേ, എനിക്കിപ്പോൾ തന്നെ ആന കളിക്കണം എന്ന് പറയുന്നുണ്ട്. നേരം മഹേശ്വരൻ പറയണ, ആന ഇപ്പോൾ പോയി ഉറങ്ങി കാണൂലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദൂട്ടൻ പറയുന്നത്, ഈ ആന അരിക്കൊമ്പന് രാത്രി അരി കഴിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നതാ, അതുകൊണ്ട് ഉറങ്ങത്തില്ല എന്നാ പറയുന്നത്. അന്നേരം പിങ്കി പറയുന്നുണ്ട്, വലിയമ്മാവൻ്റെ ഒരു കളിയും അവൻ്റെ അടുത്ത് പണി പോകില്ലെന്ന് പറയുകയാണ്. അന്നേരം കുറച്ച് കഴിഞ്ഞ് അവർ ആന കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് സമയം. അന്നേരം മഹേശ്വരൻ്റെ പുറത്ത് ആന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്ദൂട്ടൻ്റെ കാലിന് പെയിൻ വരികയാണ്, നല്ല രീതിയിൽ വേദന ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അന്നേരം നന്ദൂട്ടൻ കരയുകയാണ്, അയ്യോ എൻ്റെ കാലെന്ന് പറഞ്ഞ് ആ സമയം അവനെ എടുത്ത് താഴേക്ക് നിർത്തുന്നു. പിങ്കി ചോദിക്കുകയാണ്, എന്ത് പറ്റി മോനെ, കാലിന് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് നന്ദൂട്ടൻ പറയുന്നത്, ഞാൻ ശാന്തിപുരത്തേക്ക് പോയപ്പോൾ ഒന്ന് വീണായിരുന്നു. എന്നിട്ട് പിങ്കി ചോദിക്കുകയാണ്, എന്താ മോൻ അന്നേരം എൻ്റെ അടുത്ത് പറയാത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം നന്ദൂട്ടൻ പറയുകയാണ്, അത് ഞാൻ പപ്പയോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് പിങ്കിയുടെ മുഖം അങ്ങ് വല്ലാണ്ടാകുകയാണ്. അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ പിങ്കി മോളെ, നിന്നോട് ഇതൊന്നും ഗൗതം പറയാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പിങ്കി ചോദിക്കുവാണ്, എന്തിനാ ഗൗതം എന്നോട് പറഞ്ഞത്, അതിന് ഞാൻ ആരാ ഗൗതത്തിൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിച്ചതിന് ശേഷം പിങ്കി മോനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അന്നേരം ലക്ഷ്മിയും മഹേശ്വരനും വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിർമ്മലിനെയും നന്ദേനെയും ഒക്കെയാണ്. നിർമ്മൽ വാങ്ങിയിട്ട് വന്ന മുയലിറച്ചി വെച്ചിട്ട് കറിയൊക്കെ വെച്ച് കഴിക്കുവാണ് അവർ. ഇത്തിരി താമസിച്ചായിരുന്നാലും അതൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയല്ലോ എന്നാണ് പറയുന്നത്. അന്നേരം നളിനി പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഞാൻ നന്നായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, നിർമ്മൽ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നിർമ്മൽ ചോദിക്കുകയാണ്, ഗൗരിമോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഗൗരിമോൾ ഉറങ്ങാൻ പോയെന്ന് നന്ദ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നന്ദ പറയുകയാണ്, ഞാനും നളിനി ചേച്ചിയും ഒന്നിച്ചേ കഴിക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. നേരത്തെ
തുടങ്ങിയ ബന്ധമല്ലേ. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ മുതൽ നളിനി ചേച്ചിയും ഞാനും മാത്രമല്ലേ ഉണ്ടായിരുന്നത്. ആ സമയത്തെ തുടങ്ങിയ ബന്ധമാണ്. ഒന്നിച്ചിരുന്നേ ഞങ്ങൾ കഴിക്കാറുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം നളിനിയും പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന്. അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വീട്ടിലൊന്നും കയറാതെ നടക്കുമ്പോൾ അവിടെ സാവിത്രി ആൻറ്റിക്ക് വിഷമം ഉണ്ടാകുന്നില്ല നിർമ്മലിനെ ഓർത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ആൻറ്റി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നിർമ്മൽ പറയുകയാണ്, ഞാനിങ്ങനെ നടക്കുന്നത് കൊണ്ടൊന്നുമില്ല അമ്മയ്ക്ക് വിഷമം, ഞാനൊരു പെണ്ണ് കെട്ടാത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് വിഷമം എന്ന് പറയുന്നുണ്ട്. എൻ്റെ വയസ്സൊക്കെ കൂടിപ്പോയി, എനിക്കിനി നല്ലൊരു പെൺകുട്ടി കിട്ടില്ല എന്നാണ് അമ്മ പറയുന്നതെന്ന്. അന്നേരം നന്ദ ചോദിക്കുവാണ്, ഇനി എന്താ നിർമ്മൽ നമുക്കൊരു പെണ്ണ് കെട്ടിയാൽ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നന്ദ പറയുവാണ്, നമുക്ക് ഫോട്ടോയൊക്കെ വെച്ച് കൊടുത്ത് മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട് നിർമ്മലിനോട്. അപ്പോൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം നിർമ്മൽ പറയുകയാണ്, അതിനൊന്നും എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഞാനൊരു വിവാഹ വസ്ത്രം തയ്ക്കാൻ വേണ്ടി കൊടുത്തിരുന്നു, അതിൻ്റെ വിഷമം ഇതുവരെയ്ക്കും എൻ്റെ മനസ്സൊന്നും മാറിയിട്ടില്ല എന്ന് നിർമ്മൽ പറയുവാണ്. അന്നേരം നന്ദ ചോദിക്കുവാണ്, നിർമ്മൽ അതൊന്നും ഇതുവരെയായിട്ട് മറന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നിർമ്മൽ പറയുകയാണ്, അതൊന്നും എൻ്റെ മനസ്സൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല എന്ന്. എന്നിട്ട് നിർമ്മൽ പറയുവാണ്, അതൊക്കെ പയ്യെ മാറിക്കോളുമെന്ന്. ഞാൻ ഒരിക്കൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് പിങ്കിയെ എന്ന്, പക്ഷെ അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്ത് പോയില്ലേ എന്നാണ് നിർമ്മൽ പറയുന്നത്. അന്നേരം നന്ദ പറയുവാണ്, നമ്മൾ ആരെയും കൂടുതലായിട്ടൊന്നും സ്നേഹിക്കരുതെന്ന്, ആർക്കു വേണ്ടിയും നമ്മൾ കാത്തിരിക്കാനും പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് നന്ദ പറയുവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കിയെയും നന്ദുമോനെയുമാണ്. നന്ദൂട്ടന് കാലിൽ നല്ല വേദന ആയതുകൊണ്ട് ഹോട്ട് ബാഗ് വെച്ചിട്ട് നന്ദൂട്ടന് കാലിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിങ്കി. അന്നേരം അങ്ങോട്ടേക്ക് ഗൗതം വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, മോൻ്റെ വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദൂട്ടൻ പറയുന്നത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അന്നേരം പിങ്കി പറയുന്നുണ്ട്, അവന് നല്ല രീതിയിലുള്ള വേദനയുണ്ടെന്ന് പറയുന്നു. എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവൻ പറയാത്തതാണ് എന്ന് പറയുന്നു. അന്നേരം നന്ദൂട്ടൻ പറയുന്നുണ്ട്, ഞാനന്ന് അവിടെ വീണപ്പോഴത്തേക്ക് എന്നെ നോക്കിയത് ഡോക്ടർ ആൻറ്റിയാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ആൻറ്റിയാണ് അന്നേരം എൻ്റെ കാലിൽ ഓയിൻമെൻ്റൊക്കെ പുരട്ടി തന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ കാലിലെ വേദനയെല്ലാം മാറിയായിരുന്നു എന്ന് പറയുന്നു. അന്നേരം ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് പിങ്കിക്ക് നല്ല രീതിയിൽ വിഷമമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പിങ്കിയോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഗൗതം. പിങ്കി ചോദിക്കുവാണ്, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തെന്ന് കേട്ടായിരുന്നു. പിങ്കി അന്നേരം ചോദിക്കുവാണ്, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മോന് വയ്യാതായെന്നല്ലേ അർത്ഥമെന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തിലിരിക്കുകയാണ് പിങ്കി. അന്നേരം നന്ദൂട്ടൻ വീണ്ടും പറയുന്നുണ്ട്, നല്ല ഡോക്ടർ ആൻറ്റിയാന്നൊക്കെ പറയുന്നുണ്ട്. ഗൗരിയും ഡോക്ടർ ആൻറ്റിയും നല്ല ആൾക്കാരാണ്, ഗൗരിയാണ് അവന്മാരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചതെന്നും പിന്നെ ഡോക്ടർ ആൻറ്റിയാണ് അവനെ നല്ല രീതിയിൽ പെയിനൊക്കെ വന്നപ്പോൾ നോക്കിയതെന്നൊക്കെ പറയുവാണ് നന്ദൂട്ടൻ. അടുത്ത സ്പോർട്ട് മീറ്റിൽ അവന് പങ്കെടുക്കാൻ കഴിയുമെന്നും എന്നൊക്കെ ഡോക്ടർ ആൻറ്റി അവനോട് പറഞ്ഞു എന്നൊക്കെ പിങ്കിയോടും ഗൗതമിനോടും പറയുന്നുണ്ട്. അന്നേരം നന്ദൂട്ടൻ പറയുന്നുണ്ട്, ഡോക്ടർ ആൻറ്റി ഒരു ഓയിൻമെൻറ്റ് തന്ന് വെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, അത് ബാഗിലാണെന്ന്. അന്നേരം പിങ്കി ബാഗ് തുറന്ന് ആ ഓയിൻമെൻറ്റ് എടുക്കുവാണ്. എന്നിട്ട് ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് നന്ദൂട്ടൻ്റെ കാലിൽ പുരട്ടി കൊടുക്കുവാണ് ചെയ്യുന്നത് പിങ്കി. അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട്, ഇതൊന്നും മോൻ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, എൻ്റെ അടുത്ത് എന്താ പറയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദൂട്ടൻ പറയുവാണ്, അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു, ഞാൻ കുറേയൊക്കെ ഡാഡിയോട് പപ്പയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയം പിങ്കി ചോദിക്കുവാണ്, എന്താ ഗൗതം, ഞാൻ അവൻ്റെ അമ്മയല്ലേ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കാര്യങ്ങളെങ്കിലും പറയണമെന്നൊക്കെയാണ് പറയുന്നത് നന്ദ. ഞാൻ അവൻ്റെ അമ്മയല്ലേ, എൻ്റെ അടുത്ത് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിർമ്മൽ നന്ദയോടും ഗൗരി മോളോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് അത്താഴം കഴിച്ചതിന് ശേഷം ഇറങ്ങുന്ന ഇതാണ് കാണിക്കുന്നത്. എന്നിട്ട് നിർമ്മൽ ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ചോദിക്കുവാണ്, നന്ദ എവിടെയാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം നന്ദ പറയുവാണ്, ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നിർമ്മൽ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണോ നന്ദ ഇപ്പോഴും ചിന്തിക്കുന്നതെന്ന്.
നിർമ്മൽ ചോദിക്കുവാണ് നന്ദയോട്. അന്നേരം നന്ദ പറയുവാണ്, എത്രയൊക്കെ ആലോചിക്കേണ്ടെന്ന് വിചാരിച്ചാലും അന്നേരം മനസ്സിൽ ഓരോന്ന് കയറി വരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം നിർമ്മൽ പറയുവാണ്, ഇങ്ങനെയാണെങ്കിൽ ഞാനും നന്ദ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കേണ്ടേ എന്ന് നന്ദയോട് പറയുന്നുണ്ട്. എന്നിട്ട് നിർമ്മൽ പറയണം, ആ കേസൊക്കെ അങ്ങ് വിട്ടേരെ എന്ന് നന്ദയോട് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട്, അതൊക്കെ അങ്ങ് വിട്ട് കളയണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നു. പക്ഷേ സാധിക്കണ്ടേ നിർമ്മൽ എന്ന് നന്ദ ചോദിക്കുകയാണ്. അന്നേരം നിർമ്മൽ പോകാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മഞ്ജു മാഡവും കുറച്ച് ഗുണ്ടകളും അയൽക്കാരുമായിട്ടൊക്കെ നന്ദയുടെ വീട്ടിലേക്ക് വരുവാണ്. അന്നേരം അവരുടെ വരവ് കണ്ടിട്ട് നിർമ്മലിന് അത്ര പന്തികേടല്ലെന്ന് തോന്നുന്നുണ്ട്. അന്നേരം ചോദിക്കുവാണ് നിർമ്മൽ, ഇതെന്താ മഞ്ജു മാഡം, ഒരു പടയ്ക്കുള്ള ആളുമായിട്ടാണല്ലോ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മഞ്ജു മാഡം പറയുവാണ്, ഞാനൊരു കാര്യം ചോദിക്കുവാനാണ് വന്നത്. അയൽക്കാരുടെ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന്, ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നു. അന്നേരം നിർമ്മൽ ചോദിക്കുന്നു, പരാതിയോ, എന്താ പരാതി എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഒരു കൊച്ചിനെയും കൊണ്ട് താമസിക്കുന്നിടത്ത് ആണുങ്ങളുടെ വരവും പോക്കും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുന്നു. ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം മഞ്ജു മാഡം പറയുവാണ്, എന്തായാലും വന്നപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുവാണ്. അന്നേരം നിർമ്മൽ പറയുവാണ്, ദേ അനാവശ്യം പറയരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറുമെന്ന് നിർമ്മൽ മഞ്ജു മാഡത്തോട് പറയുന്നുണ്ട്. അന്നേരം മഞ്ജു മാഡം പറയണം, ഇതൊക്കെ ഞാൻ പോലീസിനെ വിളിച്ച് അങ്ങ് പറഞ്ഞാൽ നീയൊക്കെ അകത്ത് കിടക്കും എന്ന് പറയുന്നുണ്ട് നിർമ്മലിനോട്. അന്നേരം നിർമ്മൽ പറയുവാണ് മഞ്ജു മാഡത്തിൻ്റെ അടുത്ത്, നിങ്ങളൊരു പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ മോന്ത ഞാൻ അടിച്ച് പൊളിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം മഞ്ജു മാഡം പറയാണ്, അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടു നോക്കടാ എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട്, നിർമ്മൽ എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട്, എൻ്റെ അടുത്താണ് എന്തെങ്കിലും പറയാനുള്ളതെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയണം. ഇത് എൻ്റെ വീടും എൻ്റെ മുറ്റവും ആണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ എനിക്കിഷ്ടമുള്ളവർ, ഞാൻ അനുവാദം കൊടുക്കുന്നവരും വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് നന്ദ. എൻ്റെ അനുവാദത്തോടു കൂടി വരുന്നവരുമാണ് ഇവിടെ വരുന്നതും എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഗുണ്ടകൾ പറയണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും എന്താ ഒരു അനുവാദം എന്ന് പറയുന്നുണ്ട് ഗുണ്ടകളും. നേരെ നിർമ്മൽ പറയുവാണ്, വിക്രയൻ നീ മര്യാദയ്ക്ക് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ മോന്ത അടിച്ച് ഞാൻ പൊളിക്കുമെന്ന് നിർമ്മൽ പറയുന്നുണ്ട് അവന്മാരെടുത്ത്. പിന്നെ നീ ഇവിടെ നിന്ന് എഴഞ്ഞേ പോകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. നേരം മഞ്ജു മാഡം പറയുവാണ്, ഞങ്ങളിവിടെ വരികയും ചെയ്തു, നിന്നെയൊക്കെ കൈയോടെ പിടിക്കുകയും ചെയ്തു. ഓരോ ദിവസം ഓരോരുത്തന്മാരാണ് ഇവളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് മഞ്ജു മാഡം പറയുന്നു. അത് കണ്ടുപിടിച്ചതാണോ ഇപ്പോൾ കുറ്റമായി പോയതെന്ന് ചോദിക്കുവാണ്. ഇത് ഞാനങ്ങ് പോലീസിൽ വിളിച്ച് പറയട്ടെ? അന്നേരം നന്ദ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നിങ്ങൾ പോലീസിൽ വിളിച്ച് പറ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, എങ്കിൽ ഞാൻ കുറച്ച് പത്രക്കാരെയും വിളിച്ച് പറയാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് വിശദീകരിച്ച് കൊടുക്കാം. നൈറ്റ് പാർട്ടിക്ക് നിങ്ങളുടെ മകന് കഞ്ചാവ് പിടിച്ചത് കേസിന് എൻ്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ആൾക്കാരെയും ഭീഷണിപ്പെടുത്തുവാണെന്ന് ഞാൻ എല്ലാ പത്രക്കാരെയും വിളിച്ച് അറിയിച്ച് ഞാൻ കാണിച്ചു തരണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മിച്ചമുള്ള രാഷ്ട്രീയ പാർട്ടി കൂടെ നിങ്ങളെ വിട്ട് പോകും എന്ന് പറയുന്നു. അതിനുള്ള തൻ്റെ ഇടം മഞ്ജു മാഡത്തിനുണ്ടോ എന്നിങ്ങനെ നന്ദ ചോദിക്കുമ്പോൾ അവരുടെ മുഖം അങ്ങ് വല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അന്നേരം നന്ദ പറയുവാണ്, പറഞ്ഞത് കേട്ടല്ലോ, അങ്ങനെ തന്നെ നന്ദ ചെയ്യും എന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം നിങ്ങൾക്കൊരു രാഷ്ട്രീയ ഭാവിയും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, ഞാൻ 10 വരെ ഉണ്ട്, അതിനു മുൻപ് ആണായിട്ടുള്ളവന്മാർ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എഴഞ്ഞേ പോകത്തുള്ളൂ എന്ന് നിർമ്മൽ പറയുവാണ്. എന്നിട്ട് എണ്ണി തുടങ്ങി 3 വരെ എത്തുമ്പോഴത്തേക്കും അവന്മാർ അങ്ങോട്ടേക്ക് ഓടിപ്പോകുകയാണ്. അന്നേരം നിർമ്മൽ പറയുവാണ്, കൂടെ വന്ന പരിചാരകരെല്ലാം പോയെന്ന് മഞ്ജു മാഡത്തിനോട് പറയുവാണ്. എന്നാൽ മാഡവും കൂടെ അങ്ങോട്ട് പോയാട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദേഷ്യം വന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, അതെ, നീയൊക്കെ അനുഭവിക്കുക, അല്ലെങ്കിൽ നിന്നെയൊക്കെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും എന്ന് മഞ്ജു മാഡം പറയുവാണ്. അതൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മഞ്ജു മാഡം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നിർമ്മലിനാകെ സങ്കടമാകുകയാണ് ചെയ്യുന്നത്. അന്നേരം നിർമ്മൽ പറയുവാണ്, ഞാൻ വന്നത് കൊണ്ടല്ലേ നന്ദയ്ക്ക് ഇതെല്ലാം കേൾക്കേണ്ടി വന്നതെന്ന്, ഞാനായിരുന്നു അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത്, ഞാൻ വരാൻ പാടില്ലായിരുന്നു എന്ന് നിർമ്മൽ പറയുവാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ അന്നേരം നന്ദ പറയുവാണ്, അങ്ങനെയാണോ നിർമ്മലിന് തോന്നിയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. അങ്ങനെ നിർമ്മൽ വരാതിരിക്കുവാണെങ്കിൽ നിർമ്മൽ ഒരു ഭീരുവാണെന്നേ ഞാൻ കരുതുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം നിർമ്മൽ സോറിയൊക്കെ പറയുന്നുണ്ട്.
എന്നിട്ട് അവിടെ നിന്ന് പോരുവാണ്. കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിങ്കിയാണ്. പിങ്കി ആകെ വിഷമിച്ചിരിക്കുവാണ്. പിങ്കിക്ക് അവിടെ ഒരു നല്ല പ്രാധാന്യമൊന്നും ഗൗതം കൊടുക്കുന്നില്ലല്ലോ. ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പിങ്കി മനസ്സിൽ വിചാരിക്കുവാണ്, എൻ്റെ ജീവിതം നന്ദുമോനും ഗൗതമിനും വേണ്ടി അർപ്പിച്ചത് ഇങ്ങനെയൊക്കെ ആകുവാൻ വേണ്ടിയാണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്കും ഒരു മനസ്സിലെ ദൈവമേ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെയൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൗതം വരുന്നത്. അന്നേരം ഗൗതം ചോദിക്കുകയാണ്, പിങ്കി നീ ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, പിങ്കിക്കുള്ള ടാബ്ലറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിങ്കി പറയുവാണ്, എനിക്ക് ടാബ്ലറ്റ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ ടാബ്ലറ്റ് കൊണ്ടൊന്നും എൻ്റെ ഡിപ്രഷനും തലവേദനകളൊന്നും മാറത്തില്ല എന്ന് പറയുന്നുണ്ട് പിങ്കി. അന്നേരം ഗൗതം പറയുന്നുണ്ട്, പിങ്കി എന്തൊക്കെ ജോലികൾ അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ജോലികളായിരിക്കും. ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളായിരിക്കും, അതുപോലെ തന്നെ നന്ദുക്കുട്ടൻ്റെ കാര്യങ്ങളും എല്ലാം പിങ്കി ഓടി നടന്ന് ചെയ്യുന്നത് ഒരു അത്ഭുതം പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് പിങ്കി പറയുവാണ്, അതെല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണെന്ന്, അല്ലാതെ ഞാൻ എൻ്റെ കടമയായിട്ടൊന്നും അതിനൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെയുള്ളവർ തിരിച്ച് എന്നോട് ആ ദയൊന്നും കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പിങ്കി. അന്നേരം ഗൗതം പറയുവാണ്, അയ്യോ അങ്ങനെയൊന്നും അല്ല, പിങ്കിക്ക് അത് തോന്നുന്നതാണെന്ന് ഗൗതം പറയുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, അല്ല ഗൗതം, എനിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം നിങ്ങൾ ആരും തരുന്നില്ല എന്ന് എന്നെ പറയുവാണ്. എനിക്കറിയാം, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് പിങ്കി കരയുവാണ്. അന്നേരം പിങ്കി കരഞ്ഞുകൊണ്ട് ഗൗതമിൻ്റെ നെഞ്ചിൽ ചാരി കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. അന്നേരം പിങ്കി ഗൗതമിൻ്റെ നെഞ്ചിലോട്ട് ചാരി കിടക്കുവാണ്. അന്നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ഗൗതം അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പുറത്തുനിന്നുള്ള പിങ്കിയുടെ കൈ എടുത്ത് മാറ്റാൻ ഗൗതം ശ്രമിക്കുന്നുമുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്.